നിങ്ങൾ കണ്ണി കുറച്ച് ചോര വരും. വേദന കൊണ്ട് പൊളയണം അവിടെ ഉള്ളിൽ. അറിയോ, കൈയില്ലല്ലോ അമ്മ, കൈയില്ലല്ലോ, ഞാൻ എങ്ങനെ നടക്കും, ഇരിക്കും, കഴിക്കും എന്നൊക്കെയാണ് അവൾ പറയണത്. ഇപ്പോൾ കിടത്ത കൈ കൊണ്ട് സൂചി കുത്തി കൈ കൊണ്ടാണ് അവൾ ആഹാരം തന്നെ കഴിക്കുന്നത്. അത് ഞങ്ങൾ നടപടി കൂടി തന്നെയാണ് പോണത്. അവർ കള്ളം പറയാണ്. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ പോയതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്നല്ലേ പോകണം. അപ്പോൾ നമ്മൾ എത്ര പേര് നോക്കി, അവിടെ 3-4 പേര്. ഇപ്പോൾ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് അയക്കുമ്പോൾ ഒരു 4 പേര് 5 പേര് ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ആരാ ചെയ്തതോ അത് രാത്രിയൊന്നും നമുക്ക് കണ്ടില്ല. പിന്നെ നമ്മളെ പോകാനോ അയക്കില്ല അവർ. കാണാനോ പോകാനോ, ഡോക്ടർമാരിനെ കാണാനോ പോകാനോ അയക്കില്ല. ഒരാൾ കയറിയാൽ മതി, ആ കുട്ടീൻ്റെ കൂടെ ഒരാൾ കയറിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുകയും ചെയ്യും. നമ്മൾ വിവരത്തോടെ പറയാൻ പറഞ്ഞിട്ട് നമ്മൾ പോകണം. പക്ഷെ അവർ നമ്മളെ മാറ്റി നിർത്തുകയാണ്. അപ്പം നമുക്കത് നീതി കൂടെ തന്നെയാണ് പോകണം, അതിലൊരു സംശയമില്ല. കുട്ടിൻ്റെ കൈ വെച്ച് പിടിപ്പിക്കാനോ അയാൾക്ക് തരാനോ അത് കഴിയുമോ? അയാൾക്ക് കഴിയുമോ? അപ്പം അതുകൊണ്ട് നമുക്ക് നീതി കൂടെ തന്നെയാണ് പോകണം. ഞങ്ങൾ അതിലൊരു സംശയമില്ല. ഞങ്ങൾ കുട്ടി കരയുന്നത് കണ്ടാൽ നിങ്ങൾ കണ്ണി കുറച്ച് ചോര വരും. വേദന കൊണ്ട് പൊളയണം അവിടെ ഉള്ളിൽ. അറിയോ, കൈയില്ലല്ലോ അമ്മ, കൈയില്ലല്ലോ, ഞാൻ എങ്ങനെ നടക്കും, ഇരിക്കും, കഴിക്കും എന്നൊക്കെയാണ് അവൾ പറയണത്. ഇപ്പോൾ കിടത്ത കൈ കൊണ്ട് സൂചി കുത്തി കൈ കൊണ്ടാണ് അവൾ ആഹാരം തന്നെ കഴിക്കുന്നത്. അപ്പം നമുക്ക് നീതി കൂടെ തന്നെ പോകണം. അവർ നോക്കാത്തത് കൊണ്ടാണ് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കൈ മുറിച്ച് മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് കേസിൽ കൂടെ തന്നെ പോകും. കേസ് തന്നെ ആകണം. നീതി കിട്ടണം. കിട്ടി തന്നെ കിട്ടി, ഇപ്പം കിട്ടി. അതിൽ കൂടെ തന്നെ പോകും. ആശ്വാസമുണ്ട്. ഇപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് ആശ്വാസം വരുന്ന പോലെ തോന്നുന്നുണ്ട്. അത് കിട്ടിയിരിക്കണം. അത് അവരിപ്പോൾ നമ്മൾ അഴിച്ചു കെട്ടിയിട്ട് നോക്കുകയായിരുന്നു. അവരഴിച്ചതാണ്. ഞങ്ങൾ പോയപ്പോൾ അവരഴിച്ചിട്ട് ഇത് ഇവിടെ പറ്റില്ല, നിങ്ങൾ വേറെ കോഴിക്കോട് പോകണം എന്നാണ് അവർ പറഞ്ഞത്. കൂടുതൽ ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലേ ഇതില്ലേ? 2 പേർക്ക് മാത്രമല്ലല്ലോ അല്ലേ? അവർ 3-4 പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അതിൽ നമ്മൾ പ്രവർത്തിച്ചോന്ന് നമുക്കറിയില്ല. അവരുണ്ടായിരുന്നു അവിടെ. അപ്പോഴാണ് അവർ കോഴിക്കോട് എത്തിക്കാൻ നോക്കിയത്. അവർ 2 ആളായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. ഇപ്പോൾ ആരോഗ്യം പറഞ്ഞാൽ നല്ല വേദനയുണ്ട്. അവൾ ഒന്നും കഴിക്കണില്ല. എൻ്റെ കൈ വേദനിക്കണമ്മ, എനിക്ക് ഒന്നും സാധിക്കണില്ലമ്മ, അതൊക്കെയാണ് അവൾ പറയണത്. കൈ എന്തായാലും വെച്ച് പിടിപ്പിക്കാനൊന്നും കഴിയില്ല നമുക്ക്. കൈ പോയത് തന്നെയാണ്. അപ്പം നമുക്കതിൽ പരമാവധിയും നമുക്കത് വീഴ്ച വരാനേ പാടില്ല. നമ്മൾ തെളിവിൽ കൂടെ തന്നെ പോകും. അതെന്താ അവർ നുണ പറഞ്ഞത്? നമ്മളെ കൊണ്ട് നുണ പറഞ്ഞത്. നമ്മൾ പോയല്ലോ, പിന്നെ അവരെന്താ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ കയ്യിൽ പോയ തെളിവുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. വന്നവരിനോടൊക്കെ അതേപോലെ തെളിവുണ്ട്, ഞങ്ങൾ അത് കാണിക്കും, അങ്ങനെ തന്നെ പറഞ്ഞത്. നമ്മളിപ്പോൾ വന്നവിടെ തൊട്ട് കുറേയൊക്കെ വെളിയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് വെളിയിലൊന്നും തരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നന്നായി നോക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് കുട്ടി വേദനയ്ക്കുള്ള മരുന്നൊക്കെ അവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവരായതുകൊണ്ട് നമുക്ക് ഒരു പറഞ്ഞല്ലോ, അത് നിങ്ങൾ ചെയ്യണം, ഇത് കുട്ടിൻ്റെ കൈ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ മുറിച്ചു മാറ്റുക പറയുമ്പോൾ അതെന്താ അവരിൻ്റെ പിഴവല്ലാതെ പിന്നെ എന്താ നമ്മ പറയുക എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, അന്നും കിട്ടി. വന്നവിടെ തൊട്ട്
അവൾക്ക് ചികിത്സയുണ്ട്. ഡോക്ടർമാർ നന്നായി അവളിനെ നോക്കുന്നുണ്ട്.